ഹലോ ഹായ് നമസ്കാരം. നിങ്ങൾ എത്ര പേര് ഓർത്തിരിക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല. ബൃന്ദ കാരാട്ടിൻ്റെ ഒരു പ്രസംഗ വേദിയാണ്. അവർ ഒരുപാട് സമയമെടുത്ത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കരുണാകരൻ്റെ മകളായ പത്മജ BJP-യിലേക്ക് പോയി എന്നൊക്കെ പറയുന്ന വലിയൊരു പ്രസംഗം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി മലയാളത്തിലേക്ക് മാറ്റാൻ വേണ്ടി ഒരാൾ നിൽപ്പുണ്ട്. കണ്ട് കാണാൻ ഇത്രയും നീട്ടി പരത്തി ബൃന്ദ കാരാട്ട് ഇങ്ങനെ പോയി എന്ന് പറഞ്ഞ സാധനത്തിന് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ പറഞ്ഞത് പത്മജ പോയി എന്നാണ്. എന്ന് പറയുന്ന പോലെ ഈ ഒരു 1 hour എപ്പിസോഡ് എടുത്തു വെച്ച് നോക്കുമ്പോൾ 97-ാം ദിവസം നമ്മൾ നോക്കുമ്പോൾ നൂറ പോയി എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരാവർത്തനമായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നൂറ പോയി എന്നുള്ള 2 വാക്കിൽ നമുക്ക് അത് ചുരുക്കാൻ പറ്റില്ല. കാരണം ഈ ടിക്കറ്റ് ടു ഫിനാലെ ആ ഒരു വീക്കുണ്ട്. നൂറ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ അവരുടെ കാലിനൊരു സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. മോസ്റ്റ്ലി ഭയങ്കരമായിട്ട് ഫിസിക്കലി നമ്മൾ ഇൻവോൾവ് ആവേണ്ട ടാസ്കുകളായിരുന്നു. അതിലൊക്കെ തന്നെയും അത് അക്ബർ യാത്ര പറയുന്ന സമയത്ത് നൂറയോട് പറയുന്നൊരു ഡയലോഗാണ്, ഈ ടാസ്ക് മാനിയാക്കായിട്ടുള്ള ആര്യനോട് വരെ കട്ടയ്ക്ക് പിടിച്ച് നിന്ന് നൂറ ടിക്കറ്റ് ടു ഫിനാലെ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അവരിട്ടിട്ടുള്ള ആ ഒരാഴ്ചത്തെ എഫേർട്ട്, അത് നെവിനോ മറ്റോ ആണ് പറയുന്നത്, ആ ഒരൊറ്റ ആഴ്ച മതി. നൂറ ഇവിടെ എന്ത് ചെയ്തിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരൊറ്റ ആഴ്ച വെച്ചിട്ട് അവരെക്കുറിച്ച് പറയാൻ പറ്റും അതിഗംഭീരമായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്ന്. പക്ഷേ ആസ് എ ഗെയിമർ നമ്മൾ നോക്കുമ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും അധികം പ്രിവിലേജ് അനുഭവിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് നൂറ. നൂറയും അവരുടെ പാർട്ട്ണറും കൂടിയാണ്, ആദിലയും കൂടിയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത്. ആദ്യം അവരൊരു ടീമായിട്ടായിരുന്നു, പിന്നീട് ടീം സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ പോലും ഒരു ഇമോഷണൽ സപ്പോർട്ടായിട്ട് ആദിലയ്ക്ക് നൂറയും നൂറയ്ക്ക് ആദിലയും ഉണ്ടായിരുന്നു. നമുക്കിതൊരു ഉദാഹരണമായി എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിനൊരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് പറയാനുള്ളത്, നിങ്ങൾ ബിഗ് ബോസിലേക്ക് ഒരു കപ്പിളായിട്ട് അല്ലെങ്കിൽ 2 പേരടങ്ങുന്ന ഒരു ടീമായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഭാവിയിൽ എപ്പോഴെങ്കിലും 2 പേരടങ്ങുന്ന ഒരു ടീമായി നിങ്ങൾ ബിഗ് ബോസിൽ വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ടീം അംഗത്തിനെ ഇവിടുന്ന് എവിക്റ്റ് ചെയ്ത് വിടാനുള്ള, നിങ്ങൾ തമ്മി കളിച്ചിട്ട് ഒരാളെ പുറത്താക്കിയേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരാഴ്ച സംഭവിച്ചു പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് 7 കണ്ടസ്റ്റൻസിൽ ആദിലയ്ക്കും നൂറയ്ക്കും ഉണ്ടായിരുന്ന അവരുടെ ഒരു കോമൺ വോട്ട് ബാങ്ക് ഉണ്ട്. ആ വോട്ട് മുഴുവൻ സ്പ്ലിറ്റായിപ്പോയി. ആദിലയ്ക്ക് കുറേ പോയി, നൂറയ്ക്ക് കുറേ പോയി. എന്നിട്ട് ആദില എവിക്റ്റായി പോവുകയും ചെയ്തു. അപ്പോൾ ഈ ആഴ്ചയിലെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നൂറയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റുമായിരുന്ന കുറേ വോട്ടുകൾ ഓൾറെഡി നഷ്ടപ്പെട്ടു. ഒരു പക്ഷേ ആദില ഈ ഫൈനൽ 7 ഉണ്ടായിരുന്നില്ലെങ്കിൽ നൂറ ചിലപ്പോൾ ഫൈനൽ 5 കയറുമായിരുന്നു. അങ്ങനെ ഒരു വോട്ട് ബാങ്ക് അവർക്കുണ്ട്, പക്ഷേ അത് സ്പ്ലിറ്റായിപ്പോയി. നൂറ കുറേ വട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയിട്ടും ഒരാഴ്ചത്തെ ഇമ്മ്യൂണിറ്റി മാത്രമല്ലേ കിട്ടിയുള്ളൂ എന്നുള്ളത്. അതൊരു വിലപിക്കൽ സ്വരത്തോടു കൂടിയാണ് നൂറ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നൂറ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നൂറയ്ക്ക് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇവർ 2 പേരും ചിലപ്പോൾ ഈ ഫൈനൽ വീക്കിലേക്ക് എത്തില്ലായിരുന്നു. കാരണം ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയതുകൊണ്ടാണ് ആ ആഴ്ച നൂറ നോമിനേഷനിൽ വരാതിരുന്നത്. നൂറയ്ക്കും ആദിലയ്ക്കുമുള്ള കോമൺ വോട്ട് ബാങ്കിലെ മുഴുവൻ വോട്ടും ആദിലയ്ക്ക് കിട്ടുന്നത് പോലൊരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. അതേസമയം നൂറയ്ക്ക് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ആ ആഴ്ച തന്നെ വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാവുകയും സാബുമാൻ സേഫായി നിൽക്കുകയും ആദിലയും നൂറയും എവിക്റ്റായി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. പിന്നെ ആദിലയുടെ ഒക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നല്ലോ, അതായത് ഒരാൾ ഫൈനൽ വരെ പോവുക, മറ്റേ ആൾ പെട്ടിയെടുത്ത് രക്ഷപ്പെടുക എന്നൊക്കെ പറയുന്നത് ഇവർ പബ്ലിക്കായിരുന്നു പറയുകയൊക്കെ ചെയ്തിരുന്നു. അത് ബിഗ് ബോസും കൂടി കളിച്ചതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്ര എളുപ്പത്തിൽ ഇതങ്ങനെ ജയിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നൊരു പരിപാടിയാണെന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞില്ലേ, ഇത് 7ൻ്റെ പണിയാണെന്നുള്ളത്. അപ്പം നിങ്ങൾ പഴയ പണികളൊക്കെ പഠിച്ചിട്ട് വന്ന് ഇവിടെ പയറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് സമ്മതിക്കുമോ? നമുക്കും പറയാനുള്ളത്, നിങ്ങൾക്ക് വല്ല പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിൽ, ബിഗ് ബോസിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന പ്ലാനുകൾ മനസ്സിലുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതിന് മുമ്പേ തന്നെ പ്ലാൻ ചെയ്ത് മനസ്സിൽ വെക്കുക. വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഡിസ്കസ് ചെയ്യുക, പരസ്യമായിട്ട് വിളിച്ച് പറയാതിരിക്കുക. അപ്പോൾ ഈ ആഴ്ച തുടക്കത്തിൽ എവിക്റ്റായി പോയ ആദിലയ്ക്കാണെങ്കിലും ഇന്നത്തെ ഈ എപ്പിസോഡിൽ എവിക്റ്റായി പോയിട്ടുള്ള നൂറയ്ക്കാണെങ്കിലും നമ്മളൊരു ഓൾ ദ ബെസ്റ്റ് നേരുകയാണ്. ഇതൊരു ഗെയിമാണ്. നൂറ പറഞ്ഞതുപോലെ ഈ ഗെയിമിൽ സംഭവിച്ചതൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് അവർ ഇറങ്ങുകയാണ്. ഇനി നാളെ നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സങ്കടക്കടലൊന്നും ഒഴുക്കാതെയാണ് നൂറ ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ടുള്ളത്. ഉള്ളിൽ സങ്കടമുണ്ടെങ്കിൽ പോലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി അവരിവിടെ ഇറങ്ങിയല്ലോ. അപ്പോൾ അവർക്ക് 2 പേർക്കും ഫ്യൂച്ചറിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്നുള്ള ആശംസകൾ നേരാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അവരിരുവരും ഈ സമയത്ത് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കടുത്ത അറ്റാക്ക് ഉണ്ട്. അത് അവരുടെ പേഴ്സണൽ ലൈഫിനെ കൂടി, അതായത് അവരുടെ ലൈഫിലെ ചോയ്സസിനെയും കൂടി വലിച്ചഴിച്ചുകൊണ്ട് വന്നുള്ള ഒരു ആക്രമണമായി മാറുന്നുണ്ട്. അതങ്ങനെ ആവാതിരിക്കട്ടെ. അത്തരം കോൺവെർസേഷൻസിൽ നമ്മൾ പാർട്ടാവാതിരിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത്. നമുക്ക് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരിരുവരുടെയും ഈ ഒരു യാത്രയെക്കുറിച്ചും അവർ ഇത്രയൊന്നും സൈബർ അറ്റാക്ക് ഇപ്പോൾ നേരിടുന്ന അവരുടെ പേഴ്സണൽ ലൈഫിനെ വലിച്ചഴിച്ചുകൊണ്ടുള്ള സൈബർ അറ്റാക്ക് നേരിടേണ്ടതില്ല എന്നുള്ളതിനെക്കുറിച്ചും വളരെ വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഗ്രാൻഡ് ഫിനാലെ പരിപാടിയൊക്കെ അല്ലേ, അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനിയുള്ള
കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ തലേ ദിവസം നമ്മൾ തന്നെ ആ ടാസ്കിൽ ഇട്ട പേര് ബിഗ് ബോസിൻ്റെ തത്വമസി എന്നുള്ളതായിരുന്നു. 4 കണ്ണാടികൾ വെച്ചിട്ടുള്ള ഒരു മുറിയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവർക്ക് സംസാരിക്കാനുള്ളത് അവരോട് സംസാരിക്കുന്നത് പോലെ സംസാരിപ്പിക്കുക എന്നുള്ളതാണ്. നെവിൻ അവസരം കിട്ടി. നെവിൻ വളരെ നന്നായിട്ട് സംസാരിച്ചു. എനിക്കതിലെ ചില പോർഷൻസ് ഒക്കെ കേട്ടപ്പോൾ നിങ്ങളിത് കട്ട് ചെയ്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെസ്പാവുന്ന സമയത്ത് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷൻ കിട്ടും, കുറച്ച് മ്യൂസിക്കും കൂടി ഇട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ. അങ്ങനെ പറ്റിയൊരു ഡയലോഗായിരുന്നു. ഷാനവാസ് അദ്ദേഹത്തിന് കിട്ടിയൊരു സ്പേസിനെ, അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടറിനെ അങ്ങനെ തന്നെ ഉപയോഗിച്ചു. നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഷാനവാസ് തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെന്നാണ് ഷാനവാസ് വിശ്വസിക്കുന്നത് എന്നൊക്കെ പറയുന്ന കുറേ ഡയലോഗുകളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. നൂറ ആസ് യൂഷ്വൽ രാവിലെ തന്നെ ഓൾറെഡി കണ്ണാടിയിൽ നോക്കിയിട്ട് ഇതിൻ്റെ ഒരു സെഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് സംസാരിച്ചത്. അനിമോളിലേക്ക് വരുമ്പോൾ നമ്മൾ സ്ഥിരമായി കാണുന്ന അനിമോൾ ടെക്നിക്കുകൾ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അനിമോൾ അവിടെ ഈ പറയുന്ന സ്വന്തം കഷ്ടപ്പാടുകളെക്കുറിച്ചും വന്നിട്ടുള്ളത് ഭയങ്കര ഫൈറ്റ് ചെയ്തിട്ടാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റാതാവുന്നത് അവർ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ മാത്രം നമ്മൾ ഈ കഴിഞ്ഞു പോകുന്ന 100 ദിവസം അല്ലെങ്കിൽ 99 ദിവസം എടുത്ത് നോക്കുമ്പോൾ ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ അനിമോൾ ചവിട്ടി അരയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ സൈബർ അറ്റാക്കിന് ഇട്ടുകൊടുത്തിട്ടുള്ള ആളുകൾ, അത് അവരെങ്ങനെ ബാധിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അനിമോളുടെ ഈ ഒരു ഖേദപ്രകടനമൊക്കെ കാണുന്ന സമയത്ത്, ഖേദപ്രകടനമല്ല ആക്ച്വലി അവർക്ക് സങ്കടമാണ് എന്നുള്ളത് അവർ വിളിച്ച് പറയുകയാണ്. അത് കാണുമ്പോൾ നമുക്ക് ഈ പറയുന്നൊരു ഇമോഷണൽ കണക്റ്റൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ അനിമോളുടെ ആ ലാസ്റ്റ് ഡയലോഗ്, എനിക്ക് നല്ലത് മാത്രമേ വരുള്ളൂ, നല്ലത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ആരും നശിക്കണമെന്ന് കരുതി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ അനിമോള് പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അനിമോളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. കാരണം അനിമോളുടെ ഫാൻസ് ആയിട്ടുള്ള ആളുകളും നമ്മുടെ ഈ വീഡിയോസ് കാണുന്നുണ്ട്, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ഇത്രയും ദിവസം നടന്നിട്ടുള്ള കാര്യങ്ങളെ ഒരു ഗെയിം എന്നുള്ള രീതിയിലും അല്ലാത്ത രീതിയിലും പല പെർസ്പെക്റ്റീവിൽ നോക്കി കണ്ടിട്ടുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തായാലും അങ്ങനെ നോക്കി കാണാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്കത് റിലേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം ആരും നശിക്കണമെന്ന് കരുതി ഒന്നും ചെയ്തിട്ടില്ല എന്ന് അനിമോള് പറയുമ്പോൾ അനിമോള് കാരണം പുറത്ത് സൈബർ ബുള്ളിങ്ങിനിടെ ഇരയായിട്ടുള്ള, ബിഗ് ബോസ് ഹൗസിനകത്ത് അപമാനിതരായിട്ടുള്ള, ഇന്നും ആ വേദനകൾ പേര് നടക്കേണ്ടി വരുന്ന മനുഷ്യരുടെ മുഖം നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പം ഒരു അട്ടർ ഫേക്ക് അല്ലെങ്കിൽ അത്രയും പച്ചക്കള്ളം മുഖത്ത് നോക്കി പറയാം, അത് സ്വന്തം മുഖത്ത് നോക്കി ഇങ്ങനെ കള്ളം പറയാം. നമ്മൾ സാധാരണ ബാക്കിയുള്ളവരുടെ മുഖത്ത് നോക്കി കള്ളം പറയുന്നത് അങ്ങനെ പറയാൻ പറ്റുന്ന കള്ളന്മാരൊക്കെ ഉണ്ടാവും, കള്ളികളും ഉണ്ടാവും. പക്ഷേ സ്വന്തം മുഖത്ത് നോക്കി കള്ളം പറയാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് അതൊരു ഭയങ്കര കഴിവ് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ നോക്കി കാണുന്നത്. അനിമോളുടെ ഈ ഒരു 100 ദിവസത്തെ യാത്രയെ തീർച്ചയായും നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷേ അനിമോളുടെ ആ 100 ദിവസത്തെ ഓട്ടം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മൾ കാണാൻ നോക്കുമ്പോൾ അനിമോളേക്കാൾ മുന്നിൽ ഓടി വരുന്നത് അനിമോൾ ദ്രോഹിച്ചിട്ടുള്ള, അനിമോൾ കാരണം ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുള്ള ആളുകളുടെ മുഖങ്ങളാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഓൾറെഡി ചാപ്റ്റർ ക്ലോസ് ചെയ്തതാണ് എന്ന് അനീഷേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഷാനവാസ്ക ഒരു കാര്യം ഒന്നുകൂടി ഇളക്കാൻ നോക്കുന്നുണ്ട്. ഒരു കപ്പ് ചായ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷാനവാസ്ക. തൊട്ടടുത്ത് അനീഷേട്ടൻ ഇരിപ്പുണ്ട്. ആഹാ നല്ല ഒഞ്ഞ ചായ എന്ന് പറയുമ്പോൾ ഇത് ആരാ ഇട്ടതെന്ന് അനീഷേട്ടൻ തിരിച്ചു ചോദിക്കുന്നു. ഷാനവാസ് പറയുന്നു നിൻ്റെ പ്രിയതമ എന്ന്. അങ്ങനെ പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറയരുത്, ഇവിടെ എല്ലാവരും ഫ്രണ്ട്സാണ് എന്നൊക്കെ പറഞ്ഞ് അനീഷേട്ടൻ അതിനെ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്, അവരുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുള്ള ചിരിയും കളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അത് പറയുമ്പം തലേ ദിവസത്തെ അനീഷേട്ടൻ്റെ ഒരു മൊമെൻറ്റും കൂടി ഉണ്ടായിരുന്നു, അത് നമ്മളെ എപ്പിസോഡിൽ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. എല്ലാവരും ഉറങ്ങാൻ കിടക്കുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും നെവിൻ അനീഷേട്ടനോട് പറയുന്നുണ്ട്, അനീഷേട്ടൻ നിങ്ങൾ വിഷമിക്കേണ്ട, തമിഴ് അറിയാമെങ്കിൽ തൊട്ടപ്പുറത്ത് തമിഴ് ബിഗ് ബോസിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട്, അവിടെ വൈൽഡ് കാർഡായിട്ടെങ്കിലും ചെന്ന് കയറാം, നിങ്ങൾക്ക് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണമെന്നുള്ള ആഗ്രഹമാണല്ലോ പങ്കുവെക്കുന്നത് എന്നുള്ളത്. അനീഷേട്ടന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കൊതി തീർന്നിട്ടില്ല, ഇനി പറ്റുകയാണെങ്കിൽ 1000-2000 ദിവസം വരെ ഇത് നീട്ടിക്കോ എന്ന് പറയുന്ന അനീഷേട്ടനെ നമ്മൾ കണ്ടിരുന്നു. ഈ ഒരു പെർട്ടിക്കുലർ ദിവസം 97-ാം ദിവസം രാവിലെ നോക്കുമ്പോൾ എനിക്കിവിടുന്ന് പോകാൻ തോന്നണില്ല, അടഞ്ഞു കിടക്കുന്ന ജയിൽ, ഇത് തുറന്നിട്ട് എന്നെ അകത്തിട്ട് പൂട്ട് ബിഗ് ബോസ് എന്നൊക്കെ പറയുന്ന അനീഷേട്ടനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേ സമയത്ത് നൂറയ്ക്കും ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനെ മിസ് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് പറയുന്ന ഒരു സംഭാഷണവും ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഇതിനു മുമ്പ് എവിക്റ്റായി പോയ ഓരോ ആളുകൾക്കും ആ ഫീൽ ഉണ്ടാവും. കാരണം ഇതിനി ഒരു റീവിസിറ്റ് ഇല്ലാത്തതാണ്. ഈ സെറ്റ് തന്നെ ഇനി ഉണ്ടാവില്ല, അത് മൊത്തത്തിൽ പൊളിച്ചു മാറ്റും. ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ ഇവരുണ്ടായിരുന്നു എന്ന് പറയുന്ന വീഡിയോ ഫുട്ടേജ് കാണുകയും അത് ഓർത്തെടുക്കുകയും ചെയ്യുക എന്നുള്ളതല്ലാതെ ഇനി ഇവിടെ തിരിച്ചു വരാൻ പറ്റില്ല, ഇതില്ല ഇനി എന്ന് പറയുന്ന ആ ഒരു ഫീലിലേക്കൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും ഈ ഉള്ളിൽ കുറച്ച് സ്നേഹവും മനസാക്ഷിയൊക്കെ ഉള്ള കുറച്ച് ആളുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ഉള്ളിൽ കൊള്ളും അത്. എന്തായാലും അനുമോള് തൻ്റെ ന്യായീകരണ പരിപാടികൾ, അനുശോചന ഡയലോഗുകളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നെവിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അനു ഇടയ്ക്ക് ഒരു ശോക അവസ്ഥയിലിരിക്കുന്ന സമയത്ത് നെവിൻ ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് വിളിച്ച് സംസാരിച്ചപ്പോൾ നിനക്ക് ആശ്വാസമായോ, നീ കരഞ്ഞില്ലേ, നീ 100-150% കരഞ്ഞിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പാണ്. എനിക്കും ബിഗ് ബോസ് പറഞ്ഞപ്പോൾ കരച്ചിൽ വന്നു, പക്ഷേ ഞാൻ കരഞ്ഞില്ല, കാരണം എനിക്കൊരു കരച്ചിലോളിയായി അറിയപ്പെടാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ആക്കുകയാണോ അതോ വേറെന്തെങ്കിലും ആണോ ഉദ്ദേശിക്കുന്നത് നെവിനെ എന്ന് ചോദിക്കാൻ തോന്നിപ്പോയി. പക്ഷേ ഈ കണ്ണാടി ടാസ്ക് ഉണ്ടല്ലോ, അതിനെ നമ്മൾ നോക്കി കാണുമ്പോൾ ഇപ്പോൾ ഇവർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവരുടെ ഇത്രയും ദിവസങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ അവർ കടന്നു പോയിട്ടുള്ള വളരെ ഹാർഡായിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ട്, അവിടെ സംഭവിച്ചിട്ടുള്ള ശരിതെറ്റുകളുണ്ട്. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് ഒരാൾ വന്ന് നീ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് നല്ലത് പറയുകയാണെങ്കിലും നെഗറ്റീവ് പറയുകയാണെങ്കിലും
ഇതിനകത്ത് എന്തായിരുന്നു എന്നുള്ള ആ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ഉണ്ടല്ലോ, ഒരു സെൽഫ് ഇമേജ്. യു ഡിഡ് ദ ബെസ്റ്റ്, നീ ഏറ്റവും നന്നായി ചെയ്തു, അങ്ങനെ പറയാൻ എല്ലാവർക്കും പറ്റട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ നീ നന്നായി ചെയ്തു, നീ ഗംഭീരമായിട്ട് ചെയ്തു, ഇന്ന തെറ്റുകൾ നിനക്ക് പറ്റി, നീ ഇത് തിരുത്തിയാണ് മുന്നോട്ട് പോകുന്നത്, നീ തിരുത്തപ്പെട്ടിട്ടുള്ളൊരു മനുഷ്യനാണ് എന്നൊക്കെ അവനവനെ നോക്കി പറഞ്ഞു വെച്ചിട്ടുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് ആക്ച്വലി ബിഗ് ബോസ് അവർക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ അതിനെ ആ ഒരു രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുടെ എണ്ണം നോക്കുമ്പോൾ വളരെ കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഒരു ലാസ്റ്റ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ഡെയിലി ടാസ്ക്, ഈ സീസണിലെ ലാസ്റ്റ് ഡെയിലി ടാസ്ക്. അത് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണൽ കണക്ഷൻ ഫീൽ ചെയ്തിട്ടുള്ള, കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്താണ് എന്നുള്ളതാണ്. ഞാൻ ആ സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്കൊക്കെ പോയത് അവിടെ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്, പിന്നെ കോസ്റ്റ്ലി ആയിട്ട് ഒരു പ്ലാസ്മ TV ഇരിപ്പുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ്. പക്ഷേ എല്ലാവരും അത് വളരെ രസമായിട്ട് ചെയ്തു. ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞാണ്, എല്ലാവരും വളരെ രസമായിട്ട് ചെയ്തു. അനീഷിൻ്റെ ഫ്ലാസ്ക്കാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞു. ഷാനവാസ് അദ്ദേഹത്തിൻ്റെ സ്ഥിരമായി കൊണ്ട് നടക്കുന്ന മഗ്, അതാണ് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു. അക്ബർ നൈസായിരുന്നു, അക്ബറാണ് ശരിക്കും മുതലാക്കിയതെന്ന് പറയാം. കാരണം അവിടെയുള്ള ഒരുപക്ഷെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോഫ, അതിനോട് അയാൾക്കൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. അത് അയാൾ വളരെ നന്നായി തന്നെ പറയുന്നുമുണ്ട്. അപ്പാനി ശരത്തുമൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന നിമിഷങ്ങൾ, സങ്കടം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിവിടെ എത്തിപ്പോവുകയാണ്, അപ്പോൾ ഇത് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന രീതിയിലാണ് അയാൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. നെവിൻ ഒരു കുറേ കൂടി പേഴ്സണൽ കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തു അയാൾ സംസാരിക്കുന്ന സമയത്ത്. അവിടെ വരുമ്പോൾ എല്ലാവരും ഒറ്റയ്ക്കാണല്ലോ. ഇപ്പോൾ ആദില നൂറമാർക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രിവിലേജ് പോലെ നെവിന് കൂടെ എപ്പോഴും സംസാരിക്കാൻ അങ്ങനെ ഒരാളെ കിട്ടിയിട്ടില്ല. സൗഹൃദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഒരു തത്തമ്മയെ കണ്ട് അതിൻ്റെ കാല് പൊട്ടി അതിന് ബാൻഡേജൊക്കെ വെച്ച് കൊടുത്ത് അതിനെ എപ്പോഴും വന്ന് കണ്ട് സംസാരിച്ചു പോകുന്ന ആ ഒരു കണക്ഷൻ അയാൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൂറയും സിമിലർ ആയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ജെഫ് എന്നൊക്കെ പേരിട്ട് കൊടുത്തിട്ടുള്ള ഒരു ജിറാഫിൻ്റെ പ്രതിമയാണ് നൂറ പറയുന്നത്. ഈ ജിറാഫിനെ കുറിച്ച് പറയുമ്പോഴും കണ്ണാടി ടാസ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ നൂറ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഞാൻ ഒറ്റയ്ക്കായപ്പോൾ എന്നുള്ളത്. ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ആയിരക്കണക്കിന് ആളുകളുണ്ടെങ്കിലും സംഭവിക്കും. നമ്മൾ ഒറ്റയ്ക്കാവുന്നതും ഒറ്റപ്പെടലും ഡിഫറെൻ്റ് തന്നെയാണ്. നൂറയ്ക്കും ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടിട്ടുണ്ടാവും ആ ബിഗ് ബോസ് ഹൗസിൽ. അതിനെ നമ്മൾ കാണാതിരിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ പോലും നൂറ അവിടെ പ്രിവിലേജ്ഡ് ആയിരുന്നു. കാരണം നൂറയുടെ പാർട്ട്ണർ അവിടെ ഉണ്ടായിരുന്നു. ഒരു പരിധിക്കപ്പുറത്തേക്ക് അവരെ താഴാതെ കൂടെ നിൽക്കാൻ, പിടിച്ച് നിൽക്കാനൊക്കെ ആയിട്ട് ഒരാളുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അനുമോള് വാമനൻ മഹാബലിയോട് ചോദിച്ച പോലെ താൻ കിടന്നിരുന്ന ഏകദേശം ഒരു 100-200 സ്ക്വയർ ഫീറ്റ് വരുന്ന അത്രയും സ്ഥലവും മൊത്തമായിട്ട് തനിക്ക് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലാണ് ആദ്യം പറയുന്നത്. കാരണം അവർ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കോർണറാണല്ലോ, നമുക്ക് അതിനെ കളിയാക്കാനൊന്നും പറ്റില്ല. ആ മരം, അവിടെ തൂക്കിയിട്ടിട്ടുള്ള ലൈറ്റുകൾ, അവരുടെ ആ ഒരു ഷെൽഫിൽ വെച്ചിട്ടുള്ള ഓരോ സാധനങ്ങളും അവർക്ക് വേണം. പിന്നെ ബെഡിൻ്റെ അടിയിൽ അവരുടെ സ്റ്റോറേജ് ഏരിയയിലും കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, അതും വേണം എന്നൊക്കെ പറയുമ്പോൾ നെവിനാണത് പറഞ്ഞ് തിരുത്തുന്നത്. നീ ഒരു സാധനത്തിലേക്ക് വാന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ഈ മരം മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ കയ്യിൽ ഒതുങ്ങുന്ന ഒന്നെന്ന് പറയുമ്പോൾ അനുമോളും ഫ്ലാസ്കിലേക്കാണ് ചുരുങ്ങുന്നത്. അതിനുശേഷം അനീഷേട്ടൻ്റെ ഭാവിയെക്കുറിച്ചുള്ളൊരു ചോദ്യം അക്ബർ ചോദിക്കുന്നുണ്ട്. അനീഷേട്ട ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുരുതുരേ കല്യാണാലോചനകൾ വന്നാൽ നിങ്ങൾ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കുമോ അതോ നിങ്ങളുടെ എഴുത്ത് പ്രൊഫഷൻ അങ്ങനെ പോകുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ 39 വയസ്സായി അക്ബർ. അപ്പം ഞാനൊരു നല്ല ആലോചന വന്നാൽ വിവാഹം കഴിക്കാൻ ലോകത്തെ ഏതെങ്കിലും ഒരു കോണിൽ എന്നെ കാത്തിരിക്കുന്ന ഒരാളുണ്ടാവും എന്ന് പറയുമ്പോൾ അക്ബറാണ് ചോദിക്കുന്നത്. അപ്പോൾ മലയാളി ആവാൻ വഴിയില്ലേ? അപ്പം നൂറ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ലോകത്തെ ഏതെങ്കിലും ഒരു കോണിൽ എന്ന് പറയുമ്പോൾ അവിടെ മലയാളി ആവണമെന്നില്ലല്ലോ. അപ്പോൾ ഇല്ല, ഞാൻ മലയാളി ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ലോകത്ത് എവിടെയെങ്കിലും ഉള്ളൊരു മലയാളി കാത്തിരിക്കുന്നുണ്ടാവും എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അനീഷേട്ടൻ്റെ പരിണയം എന്ന രീതിയിൽ ഒരു ചെറിയ ചർച്ച അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും അനീഷേട്ടൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അനീഷേട്ടൻ്റെ ആഗ്രഹം പോലെ അതിമനോഹരമായ ഒരു ദാമ്പത്യ ജീവിതം അദ്ദേഹത്തെ തേടിയെത്തട്ടെ. ഒരു നല്ല വധുവിനെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ ചേർന്ന് വരട്ടെ എന്നുള്ള ആശംസകൾ നേരുകയാണ്. എന്തായാലും ബിഗ് ബോസ് ഒരു പകരം ചെയ്തു. അതായത് തുടങ്ങിയ സമയത്ത് എല്ലാവരുടെയും മേക്കപ്പ് പിടിച്ചു വെച്ചിരുന്ന ബിഗ് ബോസ് ഈ അവസാന ദിവസത്തേക്ക് എത്തുമ്പോഴേക്കും ബാക്കിയുള്ള 5 പേർക്കും ഒരു മേക്ക് ഓവർ തന്നെ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്തിനാണ് മേക്കപ്പ് കിറ്റ്, ഞാൻ മേക്ക് ഓവർ തന്നെ തരും എന്ന് പറഞ്ഞ് ബിഗ് ബോസ് എല്ലാവർക്കും മേക്ക് ഓവർ കൊടുക്കുന്നുണ്ട്. മേക്ക് ഓവറിന് ശേഷവും എല്ലാവരും വളരെ സുന്ദരന്മാരും സുന്ദരിയും ഒക്കെ ആയിട്ട് കാണപ്പെടുന്നുണ്ടായിരുന്നു. ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ നാളെയാണ് അറിയുക. ഫൈനൽ 5 കറക്റ്റ് ആരൊക്കെയാണെന്ന് വന്നിട്ടുണ്ട്. അതിൽ നൂറയും കൂടി എവിക്റ്റ് ആയപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നൊരു ഡയലോഗ് നൂറയും ആദിലയും പറഞ്ഞതാണ്. നെവിൻ ഇവിടുന്ന് എവിക്റ്റ് ആയതിനു ശേഷം മാത്രമേ നൂറയും ആദിലയും ഇവിടുന്ന് പടി ഇറങ്ങുള്ളൂ എന്നുള്ളത്. നെവിൻ ഇപ്പോഴും അവിടെ ഉണ്ട്. ഞാനിതിനൊരു പകരം വീട്ടൽ എന്ന് പറയുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. ഗെയിം അവർ തമ്മിൽ സംസാരിച്ചു, അത് അവിടെ വെച്ച് കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ പെട്ടെന്ന് ഓർമ്മ വന്നൊരു ഡയലോഗും കൂടി പറയാണ്. എന്തായാലും ഫൈനൽ 5 ആയി. നാളെ എന്തായാലും ഒരു വിന്നർ ഉണ്ടാവും. അത് ആരാവും വിന്നർ എന്നുള്ളത് നമ്മളത് കണ്ടറിയാനാണ് ആഗ്രഹിക്കുന്നത്. അതിങ്ങനെ പ്രഡിക്റ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. കുറേ ആൾക്കാർ ഒരു പോൾ ഇടൂ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പോൾ ഇടണ്ട എന്നുമാണ് നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. അത് ഏഷ്യാനെറ്റ് നമുക്ക് തരുന്നൊരു സർപ്രൈസ് ഫാക്ടർ പോലെ ആ സമയമാവുമ്പോൾ അറിയാം എന്നുള്ള രീതിയിലാണ് നമ്മളും കാത്തിരിക്കുന്നത്. അങ്ങനെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ബിഗ് ബോസ് എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളൊരു വാക്കുണ്ടായിരുന്നു. ഗ്രാൻഡ് ഫിനാലെ ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ബിഗ് ബോസ് അനാലിസിസ് സീരീസ് ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല, നമുക്കൊരു ടീമുണ്ട്, നമ്മൾ ടീമായിട്ടിരുന്നാണ് ഇത് ചെയ്യുന്നത്
എന്നുള്ളത്. അപ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും വലിയൊരു ടീം, ഒരു 6-7 പേരുടെ ഒരു ടീമിനെയൊക്കെ ഞാൻ ഹയർ ചെയ്തിട്ട്. ചില കമൻസൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. കുറച്ച് ആളുകൾക്ക് കമൻറ്റ് ബോക്സിൽ നിന്ന് ആളാരാണ് എന്ന് മനസ്സിലാവുകയും അവർ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിതൊരു വലിയ ടീമിനെ വെച്ച് ചെയ്ത പരിപാടിയല്ല, നമ്മുടെ കൂടെ ഒരൊറ്റ ആൾ മാത്രമാണുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബിൻ്റെ അനലിറ്റിക്സ് നമുക്ക് യൂട്യൂബ് കണക്കൊക്കെ തരും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വ്യൂവേഴ്സ് വരുന്നത് ഫീമെയിൽ പാർട്ടിസിപ്പേഷനാണ്. അതായത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വലിയ കാരണവും ഒരു സ്ത്രീകളുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഈ ഗെയിമിനെ നോക്കി കാണുന്ന ആ ഒരു അനാലിസിസ് കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലെ അനാലിസിസ് വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വന്നിട്ടുള്ള ചിലപ്പോൾ കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ടുള്ള പാർട്ടും ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈലും ഒക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ള കോൺട്രിബ്യൂഷൻ. ബാക്കി നമ്മുടെ ഈ ഒരു എൻറ്റയർ പരിപാടിയിൽ ഓരോ കണ്ടസ്റ്റൻസും ഇവരിങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ, അതായത് ഈ ഗെയിമിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളിങ്ങനെ ഇയാളിത് ഇതാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് വൻ പ്രഡിക്ഷൻസ്, പലരും നമ്മുടെ പ്രഡിക്ഷൻസൊക്കെ കറക്റ്റ് ആവുന്നു, നമ്മൾ പറയുന്നത് അതുപോലെ ലാലേട്ടൻ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇതിൻ്റെയൊക്കെ ഒബ്സർവേഷൻ സൈഡ്, ഗെയിമിനെ ഗെയിമായിട്ട് അനലൈസ് ചെയ്യുക, എല്ലാവരുടെയും പെർസ്പെക്റ്റീവ് പിടിച്ചെടുക്കുക എന്ന് പറയുന്ന പരിപാടി മുഴുവൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ടീം അംഗമാണ്. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. സോ ദിസ് ഇസ് ശ്രുതി സോമനാഥൻ. ഇദ്ദേഹമാണ് നമ്മുടെ ബിഗ് ബോസ് അനാലിസിസ് ടീം എന്ന് പറയുന്നത്. പുള്ളിക്കാരുടെ സൗണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം കേട്ടിട്ടുണ്ട്. നമ്മൾ ബിഗ് ബോസ് റിലേറ്റഡ് ഒരു Q&A ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ ചെയ്തപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. അപ്പം കുറേ ആൾക്കാർ മസ്താനിയുടെ പോലത്തെ ശബ്ദം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ 7 മലയാളം ഇതുവരെയുള്ള ജേർണി? എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ അനാലിസിസ് പരിപാടികൾ എന്തൊക്കെയായിരുന്നു എന്ന് അറിയാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പറയും. അതായത് ഞാൻ കണ്ട ബിഗ് ബോസ് എനിക്ക് എല്ലാ ദിവസവും ഒരു 4 പേജ് മാക്സിമം എഴുതാനുള്ളതേ ഉള്ളൂ. പക്ഷേ നീ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ബിഗ് ബോസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 8 പേജ് 10 പേജൊക്കെ ഉണ്ടാകും. അതായത് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ഓരോ ആൾക്കാരും ചോദിക്കില്ലേ? യെസ്, ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ്. ഫുൾ സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. എന്തൊക്കെ ബിഗ് ബോസിൽ നടന്നു, ആരൊക്കെ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തു, മുഴുവൻ സാധനം നമ്മുടെ കയ്യിലുണ്ട്. അമ്മാതിരി സ്ക്രിപ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം നീ എങ്ങനെ ഇതൊക്കെ കാണുന്നത്, എങ്ങനെ ഇതൊക്കെ മനസ്സിലാവുന്നത്? അല്ല, അപ്പോൾ അവർ വിചാരിക്കും ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന്. ആ സ്ക്രിപ്റ്റ് അല്ല, ഞങ്ങൾ ഇത് മുഴുവൻ ഇവിടെ ഇരുന്ന് സ്ക്രിപ്റ്റ് ചെയ്ത് ആ ഒരു പാറ്റേണിലായിരുന്നു. പറയൂ, എങ്ങനെയാണ് അതൊക്കെ ഒബ്സർവ് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ളതായിരിക്കും. യെസ്. അപ്പോൾ വർക്ക് എന്താണെന്ന് പറയണം, നല്ല ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ എൻ്റെ കരിയറിൽ ഞാനൊരു 70% ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ആൾക്കാരെ ഒബ്സർവ് ചെയ്യുക, അവരുടെ നെക്സ്റ്റ് മൂവ് എന്താണ് എന്നൊക്കെ നോക്കുക എന്നുള്ളത് കുറേ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തത് വെച്ചിട്ട് ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ പോലെ നോക്കിയതാണ്. പക്ഷെ അപ്പോഴും ഇപ്പം ഇന്ന ആൾ ഇന്നത് ചെയ്യും എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാം. പക്ഷേ ഇത്ര ദിവസം കഴിഞ്ഞ് ഇയാളിത് പുറത്തെടുക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോഴും നമ്മൾ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിട്ട് പറയാൻ വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതായത് ചില ആൾക്കാർ ചെയ്ത ചില കാര്യങ്ങൾ ഇന്നതാണ്, അത് നമ്മൾ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന് എന്നോട് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വരെയുണ്ട്. അതെങ്ങനെ ഇത്ര ദിവസം ഇന്ന പോയിന്റിലാണ് എടുക്കുക? ഈവൻ ലക്ഷ്മിയുടെ ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ നോക്കിക്കാണാൻ എന്നോട് പറഞ്ഞത് നീയാണ്. ഹൗ ആർ യു ഫൈൻഡിങ് ദി ഗെയിം? ബേസിക്കലി ഗെയിം ഷോ ആണ്. അതിനകത്ത് ഗെയിം നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ആരൊക്കെയാണ് ഗെയിം കളിക്കാൻ വന്നേ, ആരുടെയൊക്കെയാണ് സെൽഫ് പുറത്ത് വരുന്നത് എന്ന്. എനിക്ക് ഈ പരിപാടി ഫസ്റ്റാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയുണ്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരൊക്കെയാണ് ഗെയിം കളിച്ചത്, ആരുടെയൊക്കെ സെൽഫാണ് പുറത്ത് വരുന്നതെന്നുള്ളത്. ഒരു ഭയങ്കര ചെറിയൊരു മാർജിനിൽ നിൽക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ മാർജിൻ ബ്രേക്ക് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ സെൽഫ് ഒരുപാട് മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഗെയിം പോസിബിൾ ആവുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല ബിഗ് ബോസ്. 100 ഡേയ്സ് അല്ലേ. ഇപ്പം എത്ര വലിയ ആൾക്കാർ പോയാലും ഇപ്പം നമ്മളിരുന്ന് ഗെയിം അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, അനലൈസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, അവിടെ പോയി ഗെയിം കളിക്കാനാണ് പാട്. ഇപ്പം റീസെൻ്റായിട്ട് എവിക്റ്റ് ആയിട്ടുള്ള സാബുമാൻ ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടായിരുന്നു, റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് വന്ന് ഗെയിം ഒന്ന് കളിക്കുമ്പോൾ അറിയാം എന്നുള്ളത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഒരു റിവ്യൂ ചെയ്യുന്ന ആൾക്ക് അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാം എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ പെർഫോം ചെയ്തൊരാൾ വന്നിട്ട് നെക്സ്റ്റ് ടൈം ഒരു റിവ്യൂ ചെയ്താൽ അത് ഭയങ്കര 100% ആയിരിക്കും എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ടോട്ടലി ഡിപ്പെൻസ്. നമുക്ക് അവിടെ ചെന്ന് ഗെയിം കളിക്കുന്ന ഒരാളെയും നമ്മൾ കുറച്ച് കണ്ടിട്ടില്ല. അത് ഈവൻ ഫസ്റ്റ് വീക്കിൽ ഔട്ടായി പോയ മുൻഷി രഞ്ജിത്ത് ഉൾപ്പെടെ ഒരാളെയും നമ്മൾ കുറച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഇതൊരു ഗെയിമല്ലേ. ഇതിപ്പോൾ ഈ സീസണിൽ നമ്മൾ ഗസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ കറക്റ്റായി. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എപ്പോഴും അങ്ങനെ ആവണമെന്നുമില്ല. ചിലപ്പോൾ നമ്മളിനി നെക്സ്റ്റ് സീസൺ ചെയ്യുന്നുണ്ടെങ്കിൽ അമ്പേ പരാജയമായി പോകാതിരിക്കട്ടെ. പക്ഷേ സ്റ്റിൽ ചാൻസസ് ഉണ്ട്. ഇതങ്ങനെ ചില ആൾക്കാർ പറയില്ലേ, എന്താ ചക്ക
അങ്ങനെ നമ്മുടെ എഫേർട്ടിനെ കുറച്ച് കണ്ട് പറയല്ല, പക്ഷെ അപ്പോൾ പോലും മാറ്റങ്ങളുണ്ടാകാം. നമ്മൾ എപ്പോഴും ഒരു 100% നമുക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അനലൈസ് ചെയ്തിട്ട് കറക്റ്റായത് ആലോചിച്ചിട്ട് നിനക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് പറഞ്ഞു? പറയാറായിട്ടില്ല. ഞങ്ങൾ ഗ്രാൻഡ് ഫിനാലെ കഴിയുമ്പോൾ പറയാൻ പറ്റിയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. എല്ലാവരും ഒരുവിധം ഗസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ അപ്പോൾ പോലും വേറെ മൊമെൻറ്റ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ലക്ഷ്മിയുടെ ഗെയിം എനിക്കിപ്പോഴും ഗ്രാൻഡ് ഫിനാലയിൽ ലക്ഷ്മി ഇല്ലാത്തത് വലിയൊരു നഷ്ടമാണ്. ലക്ഷ്മി ആസ് എ പേഴ്സൺ അവരുടെ പല ഒപ്പീനിയനോടും നമുക്ക് യോജിക്കാൻ പറ്റില്ലെങ്കിൽ പോലും, പക്ഷെ ആസ് എ ഗെയിമർ ലക്ഷ്മിയെ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ വന്നിട്ടുണ്ട്. അതൊരു ഇനിഷ്യൽ ടൈമിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾക്കും കുറേ കളിയാക്കലൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ലക്ഷ്മിയുടെ ഗെയിം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമായിരുന്നു. ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കാം, ഇഫ് യു ആർ പിക്കിംഗ് ദി ഫൈനൽ 5 contestants, നിൻ്റെ ഫൈനൽ 5 contestants ആരൊക്കെയാണ്? എൻ്റെ ഫൈനൽ 5 എന്ന് പറയുമ്പോൾ ലക്ഷ്മി. ഞാൻ ആ ഒരു ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഓർഡറിലൊന്നും അല്ല പറയുന്നത്. ഇപ്പം നമ്മൾ കേട്ടണമെങ്കിൽ ഇപ്പോൾ 2-3 കാളയാണോ? അത് ഞാൻ പറയാം. സോ ലക്ഷ്മി, ബിന്നി, നെവിൻ, അനീഷ്, ആര്യൻ. കാരണം ഇവരെല്ലാവരും ഗെയിം കളിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇതൊരു ഗെയിം ഷോ ആയതുകൊണ്ട് ഗെയിം കളിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്തെ ഫസ്റ്റ് പ്രിഫറൻസ് വരിക. പിന്നെ ഇതിലെല്ലാവർക്കും ഈ പറയുന്ന പോലെ 100% നമുക്കിപ്പോൾ പറയാൻ പറ്റും. നമ്മളൊരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ടൈമിൽ അവിടെ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. നമ്മൾക്കൊരു തെറ്റ് പറ്റിയാൽ നമ്മളത് തിരുത്തി പോകേണ്ട ഒരു മര്യാദയും നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ പരിഗണിക്കുന്ന സമയത്ത് ഞാൻ സ്റ്റിൽ എനിക്ക് ലക്ഷ്മിയോടുള്ള ആ ഒപ്പീനിയനോടുള്ള വിയോജിപ്പ് അവിടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇവർ 5 പേരായിരുന്നു ഗെയിം, എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ 5 പേരായിരുന്നു എൻ്റെ മനസ്സിലെ ഫൈനലിസ്റ്റ്. നമ്മൾ ഒരുമിച്ചാണ് കമൻസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതും കാണുന്നതും. കിട്ടിയിട്ടുള്ള അപ്രിസിയേഷൻസ്, കമൻറ്റ്സ്, ചിലപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു മെസ്സേജ് ആയിരിക്കാം. നിങ്ങൾ മെസ്സേജസ് എല്ലാം ഷെയർ ചെയ്യുന്ന, നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ അത് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കോണ്ടന്റും, ബിഗ് ബോസ് മാത്രമല്ല നമ്മുടെ മെയിൻ ചാനലിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുള്ള പല വീഡിയോസിലും ശ്രുതിയുടെ കോൺട്രിബ്യൂഷനാണുള്ളത്. നമ്മൾ ബ്യൂട്ടി വ്ളോഗേഴ്സിനെ കുറിച്ച് ചെയ്ത വീഡിയോ, പിന്നെ അതായത് ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ച് ചെയ്ത വീഡിയോ, അതുപോലെ സോഷ്യൽ ഇഷ്യൂസ് നമ്മൾ ഒരു അവസാനത്തെ ഒരു 4-5 മാസം നിങ്ങൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ ഇഷ്യൂസിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസിലെല്ലാം ശ്രുതിയുടെ കോൺട്രിബ്യൂഷനാണുള്ളത്. ഞാൻ അത് ചോദിക്കുന്നില്ല. ബിഗ് ബോസ് റിലേറ്റഡ് വന്നിട്ടുള്ള കമൻസിൽ, മെസ്സേജസിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അപ്രിസിയേഷൻ ഏതായിരുന്നു? ഞാൻ അപ്രീസിയേഷൻ എന്നുള്ളതല്ല, നമ്മൾ ലാസ്റ്റ് നെവിൻ്റെ വീഡിയോ ചെയ്ത ടൈമിൽ അത് കുറേ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. നെവിൻ ഒരുപാട് അതിനകത്തുള്ള ഒരാളും കടന്നു വന്ന ജീവിത സാഹചര്യങ്ങളെ ഞാൻ കുറച്ച് കണ്ടുകൊണ്ട് പറയുന്നതല്ല, പക്ഷെ അപ്പോൾ പോലും നെവിൻ കടന്നു വന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നമ്മളൊരു വ്യക്തി പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ബാല്യകാലത്ത് കടന്നു പോകരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ച കുറേ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയൊരു വ്യക്തിയാണ് നെവിൻ. അപ്പോൾ നെവിൻ കടന്നുപോയ സാഹചര്യങ്ങളിൽ പലതും അതിലൂടെ കടന്നു പോകേണ്ടി വന്ന കുറേ ആൾക്കാർ രേഖപ്പെടുത്തിയ കമൻസിലൂടെ ആണെങ്കിലും അവരയച്ച മെസ്സേജസിലൂടെ ഒക്കെ ആണെങ്കിലും അവരവരുടെ എക്സ്പീരിയൻസസ്, മെമ്മറീസ് ഷെയർ ചെയ്തത് അതെനിക്ക് ഭയങ്കര ഒരു ടച്ചിങ് ആയിരുന്നു. ആ ഒരു അത്രയും അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞത് എനിക്കൊരു, ഇപ്പോഴും എന്നോട് ചോദിച്ചാൽ ബിഗ് ബോസിൽ ചെയ്ത ബെസ്റ്റ് എപ്പിസോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നെവിൻ്റെ എപ്പിസോഡ് ചെയ്തതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നെവിൻ്റെ എപ്പിസോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ വേണമെങ്കിൽ അൺഎഡിറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, നമ്മളത് കളഞ്ഞു. അതായത് ഒരു ഡയലോഗ് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ട ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ചിലപ്പം 6 മിനിറ്റൊക്കെ എടുത്ത് പറഞ്ഞു തീർത്ത ഒരു സിംഗിൾ സെൻറ്റൻസ് ഉണ്ട്. നമുക്കത് മുഴുവിപ്പിക്കാൻ പറ്റുന്നില്ല. ഒന്ന്, അയാൾ കടന്നു പോയിട്ടുള്ള പെയിനിൽ ചിലതൊക്കെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അയാളുടെ കുട്ടിക്കാലം, അച്ഛൻ, അമ്മ എന്നൊക്കെ പറയുന്ന ആ മെമ്മറീസ് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ അയാളുടെ സ്ത്രൈണതയുള്ള ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു ആൺകുട്ടി അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ പല സുഹൃത്തുക്കളിൽ നിന്നായി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അവർ കടന്നു പോയിട്ടുള്ള പലരും പറഞ്ഞിട്ടുള്ള ഓർമ്മകൾ മനസ്സിലേക്ക് വന്നു. ഈവൻ നമ്മളും അറിയാത്ത പ്രായത്തിൽ പലരോടും കളിയായി പറഞ്ഞിട്ടുള്ള എത്രയോ സ്റ്റേറ്റ്മെൻറ്റുകൾ മനസ്സിലേക്ക് വന്ന് കുറ്റബോധം വന്ന് അത് ഭയങ്കര സമയമെടുത്ത്. നിങ്ങൾ കാണുന്നത് ഒരു 20-30 മിനിറ്റ് ആണെങ്കിൽ 1.5 മണിക്കൂർ എടുത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആണത്. നമുക്കത് മുഴുവിപ്പിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതിൽ നിങ്ങൾ ഈ കട്ട് വരില്ലേ, ഞാൻ ഈ സംസാരിക്കുന്നതിലെ കട്ട് വരുന്ന ആ കട്ടിന് തൊട്ട് മുമ്പുള്ള സെക്കൻഡിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്ത് നോക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ കണ്ണ് നിറയും, ഞാൻ കണ്ണട, എൻ്റെ മുഖം ഷെയ്ക്കാവും. അങ്ങനെ നമ്മൾ കുറേ സമയമെടുത്ത് ഭയങ്കര ഇമോഷണലായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണത്. നെവിൻ ഡിസേർവ്സ് ഇറ്റ്. അല്ലെങ്കിൽ നെവിനെ പോലെ ഫൈറ്റ് ചെയ്ത് വരുന്ന ഓരോ ആൾക്കാരും അങ്ങനെ ഒരു അപ്രിസിയേഷൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ആ മൂഡിൽ നമ്മൾ ചെയ്തതാണ്. ഈവൻ ശ്രുതി എനിക്ക് തന്ന സ്ട്രക്ചർ വാസ് അങ്ങനെ ആയിരുന്നു. ഓരോന്ന് ടച്ച് ചെയ്ത് പോകുമ്പോൾ
ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റിസർച്ച് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഭയങ്കരമായിട്ട് ശ്രുതിയുടെ ഭാഗത്തു നിന്നുള്ളതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ലാത്ത വീഡിയോസും മൊമെൻറ്റ്സും കുറേ കാര്യങ്ങൾ ശ്രുതി റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇയാളിത് എഴുതി തരുമ്പോഴാണ് ഇങ്ങനൊരു മൊമെൻറ്റും കൂടി ഉണ്ടോ, ഇങ്ങനൊരു സാധനം കൂടി ഉണ്ടോ എന്ന് അറിയുമ്പോൾ എന്നെ ഇത് ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ആക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഞാൻ പറയുന്നത് ഇതൊരു ടീം എഫേർട്ട് ആയതുകൊണ്ടാണ് നിങ്ങൾക്കിത് ഇത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. ഞാനിതിപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ചെയ്തിരുന്നെങ്കിൽ സത്യം പറയാമല്ലോ ഒരു 5 മിനിറ്റ് 6 മിനിറ്റിൽ ഞാൻ എല്ലാ എക്സ്പ്ലനേഷൻസും തീർത്തേനെ. കാര്യം എനിക്ക് അത്രയ്ക്കൊക്കെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഷോർട്ടാണ്. പക്ഷേ ശ്രുതി വരുമ്പോൾ അതിനകത്ത് കുറേ ഇമോഷൻസ് വരും. ഒരു സ്ത്രീയുടെ പെർസ്പെക്റ്റീവും കൂടി വരുമ്പോൾ നമ്മൾ ഒനീലിൻ്റെ വിഷയം ഹാൻഡിൽ ചെയ്യുമ്പോൾ, അക്ബറിൻ്റെ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവിടെയൊക്കെയും എന്താ പറയുക, ഒരു ആണ് കാണുന്ന ലോകവും പെണ്ണ് കാണുന്ന ലോകവും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന ഇമോഷൻസിനെ അതിൻ്റെ വേവ് ലെങ്ത് ഭയങ്കരമാണ്. അതായത് ആണ് ഇങ്ങനെ ഒരു വേവ് ലെങ്ത്തിലാണ് പോകുന്നതെങ്കിൽ പെണ്ണ് ഇങ്ങനെ ഒരു വേവ് ലെങ്ത്തിലാണ് പോകുന്നത്. അപ്പം ആ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾ വീഡിയോസിൽ ഭയങ്കരമായിട്ട് കാണും. എനിക്ക് ഇന്നും കൂടി ഒരു പെൺകുട്ടിയുടെ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു, എനിക്ക് ഇത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബിഗ് ബോസ് റിവ്യൂ വേറെ വന്നിട്ടില്ലാന്ന്. അതിൻ്റെ കാരണം ആ പെൺകുട്ടി ചിന്തിക്കുന്ന ഒരു വേവ് ലെങ്ത്തിലേക്ക് പോകുന്ന ഒരാൾ എൻ്റെ കൂടെ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് തരാനുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് അത്രയും ആളുകൾക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നും. എന്താ മൊത്തത്തിൽ ആ വീഡിയോയും അതിൻ്റെ സ്ട്രക്ചറും നിങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന ഒരു കാര്യവുമാണ്. പിന്നെ എല്ലാം കൊണ്ടും അങ്ങനെ ശരിയായിട്ട് തോന്നുമല്ലേ. നമ്മൾ പക്ഷേ ഗോഡിന് ക്രിയേറ്റ് ഇത് കൊടുക്കുന്ന പരിപാടി ഒന്നുമില്ല, നമ്മൾ പണിയെടുത്തുണ്ടാക്കിയതാണ്. ബിഗ് ബോസിൽ ഉണ്ണിയുടെ ഫേവറേറ്റ് കോണ്ടസ്റ്റൻ്റ് ആരാ? നെവിൻ. ഞാൻ ഒറ്റ ആൾക്ക് വോട്ട് ചെയ്തിട്ടുള്ളൂ, അത് നെവിനാണ്. നെവിനെ വോട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്താണ് നെവിൻ്റെ പേഴ്സണൽ സ്റ്റോറിയിലേക്ക് കുറച്ചും കൂടി ആഴത്തിൽ അതിൽ വേർഡ് ബൈ വേർഡ് പെറുക്കിയെടുത്ത് നമ്മൾ കേൾക്കുന്നത്. ഞങ്ങളത് പറയുകയും ചെയ്തു. അത്രയും ഇമോഷണലി ഞാനും അത് തുടക്കത്തിൽ കാണാഞ്ഞത് നന്നായി. അങ്ങനെ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഗെയിമിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷാഭേദത്തിൻ്റെ എലമെൻ്റ് അവിടെ വന്നേനെ. ഇപ്പോൾ പക്ഷേ അത് കാണുമ്പോൾ അയാൾ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നോട് സപ്പോർട്ട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ കട്ട സപ്പോർട്ട് മച്ചാനെ എന്ന് പറഞ്ഞിട്ട് കൂടെ നിന്നേനെ. ആ മെസ്സേജിൻ്റെ കാര്യം പറയട്ടെ. നെവിനോട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ, എന്നുവെച്ചാൽ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജിൽ അവർ പറഞ്ഞത് വെച്ചിട്ട് അവൻ അനുഭവിച്ചൊരു ഫിനാൻഷ്യൽ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈവൻ ബിഗ് ബോസിലേക്ക് സെലക്റ്റായി പോകാൻ പോവാണ്. പക്ഷേ അവർ പറഞ്ഞിരുന്ന അത്രയും ഡ്രസ്സസ് വാങ്ങാനുള്ള പൈസ ഇല്ലാതിരിക്കുകയും അതിന് സ്പോൺസേഴ്സിനെ കണ്ടെത്താൻ വേണ്ടി ഓടുകയും അവസാന ദിവസം ആയപ്പോഴേക്കും ഒരു 1000 രൂപ ട്രാവൽ എക്സ്പെൻസിനും കൂടി ഇടാനുണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചതിനെക്കുറിച്ച് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കത് കേട്ടപ്പോൾ ഇത്രയും ഡിസേർവിങ് ആയിട്ടുള്ള ഒരാൾ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി മുന്നിൽ വരുമ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ. ഞാനും ആ അവസ്ഥയിലൊക്കെ നിന്നിട്ടുണ്ട്. എൻ്റെ ലൈഫ് മാറ്റിമറിച്ച ഒരു പരിപാടിക്ക് പോകാൻ 200 രൂപ, എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെ പോകാൻ 200 രൂപ ടിക്കറ്റ് എടുക്കാൻ, എന്നുവെച്ചാൽ പോയി വന്ന് അതിൻ്റെ ഇടയിൽ ഫുഡും കഴിക്കണമല്ലോ. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച് അപ്പുറത്തെ 2-3 വീട്ടിൽ പോയി അമ്മ കടം ചോദിച്ച് വന്ന് കിട്ടിയ കാശും കൊണ്ട് അങ്ങനെ പോയി മത്സരിച്ച് അവിടെ നിന്നാണ് എൻ്റെ ലൈഫ് ചേഞ്ച് ആവുന്നത്. അല്ലെങ്കിൽ ഞാൻ അതുവരെ പോയിക്കൊണ്ടിരുന്ന ഡയറക്ഷനിൽ നിന്ന് മാറി ചിന്തിക്കാൻ എനിക്ക് എന്തെങ്കിലും കിട്ടുന്നത്. അപ്പം നെവിൻ ആ ഒരു അവസ്ഥയിൽ നിന്നിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും വകുപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ മച്ചാനെ ചെന്ന് സപ്പോർട്ട് ചെയ്തേനെ, കൂടെ നിന്നേനെ. അവൻ്റെ ലൈഫ് സ്റ്റോറിയും അവൻ ഇപ്പോൾ എന്താണ് എന്നുള്ളതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ അത് ആ ഒരു മെസ്സേജൊക്കെ വായിച്ചപ്പോഴും നമുക്ക് ഈ പറയുന്ന ഒരു ഇമോഷണൽ ഫാക്ടർ ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഗ്രാൻഡ് ഫിനാലെ ആര് വിൻ ചെയ്യണം എന്നാണ് ഉണ്ണി ആഗ്രഹിക്കുന്നത്? എന്നെ സംബന്ധിച്ച് നമ്മൾ ഈ പറയുന്ന PR പരിപാടികളൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ അനിമോൾ അല്ലെങ്കിൽ അനീഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതിൽ തന്നെ അനിമോളെയാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് പല ആളുകളായിട്ട് അയച്ചെന്ന മെസ്സേജുകൾ, അവർ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സ്ട്രാറ്റജികൾ, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ അനിമോൾ വിൻ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആസ് എ ഗെയിമർ ആര് വിൻ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് നെവിനാണ്. പക്ഷേ ഈ വോട്ട് ബാങ്കുകൾ എന്ന് പറയുന്നൊരു എലമെൻ്റൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പല ആളുകളും വോട്ട് പിടിക്കാൻ മുണ്ടും മുറുക്കി ഇറങ്ങിയിരിക്കുന്ന സ്ഥിതിക്ക് ഒരു പക്ഷേ ആസ് എ ഗെയിമർ അനീഷിനായിരിക്കാം നെവിനേക്കാൾ മുൻതൂക്കം ഉണ്ടാവുക വോട്ടുകളുടെ എണ്ണത്തിൽ. അതാണ് ഈ ബിഗ് ബോസിൽ നമ്മൾ എന്തൊക്കെ ഗെയിം നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദി ഡേ വോട്ട് കിട്ടുക എന്ന് പറയുന്ന ഒറ്റ പരിപാടിയുള്ളൂ ഇതിനകത്ത്. അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ബിഗ് ബോസിൽ? കുറച്ചുകൂടി നന്നായിട്ട് കളിക്കുന്നവരെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഇത്രയും പേർക്ക് മാത്രമേ ഈ ആഴ്ച വോട്ട് കൊടുക്കാൻ പറ്റൂ, അല്ലാത്തതിനൊക്കെ ഞങ്ങൾ പറഞ്ഞു വിടും എന്ന് പറയുന്നൊരു രീതിയിൽ നിങ്ങൾക്കിത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ തോന്നുന്നുണ്ട്. എനിക്ക് ആഗ്രഹം നെവിൻ ജയിക്കണം എന്നാണ്. പക്ഷേ പരിപാടിയൊക്കെ കാണുമ്പോൾ അനുമോളായിരിക്കും അത് കൊണ്ടുപോകാന്നാണ് തോന്നുന്നത്. നിനക്ക് ആരെ ജയിക്കണം എന്ന് ആഗ്രഹം നെവിനാണ് എൻ്റെ ഫേവറേറ്റ് കോണ്ടസ്റ്റൻറ്റ്. പക്ഷേ ഈ പറയുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് അതൊരു റിയാലിറ്റിയാണ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. പിന്നെ നെവിൻ്റെ കാര്യത്തിൽ ഞാൻ ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്. നെവിനും ഇന്ന് പറഞ്ഞു, നെവിൻ ഒരിക്കലും എനിക്കിത് വിൻ ചെയ്യണം എന്നൊക്കെയുള്ളത് അതിൽ ചെല്ലുന്ന ഓരോ മനുഷ്യരുടെയും ആഗ്രഹമാണ്. പക്ഷെ അപ്പോൾ പോലും നെവിൻ ഇന്ന് പറഞ്ഞത് എന്നെ ഫിനാലേക്ക് മുന്നേ ഇറക്കി വിടരുത്, ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര കൗതുകത്തോടു കൂടി നോക്കിയിരിക്കുകയാണ് എന്നാണ് നെവിൻ പറഞ്ഞത്. എനിക്കിവിടുന്ന് റണ്ണറപ്പായി പോകാനാണ് ഇഷ്ടം എന്നാണ് നെവിൻ പറഞ്ഞത്. ഞാനിപ്പോൾ നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് വോട്ടിംഗ് ഇതായിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ?
യെസ്, നമ്മളിപ്പോൾ ഇത്രയും പറയുന്നത് വോട്ടിംഗ് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആഗ്രഹം നെവിൻ വിൻ ചെയ്യണം എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഈ പറയുന്ന സാഹചര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ഒഫീഷ്യൽ വോട്ടിംഗ് അല്ല അപ്പോൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പിക്ചറിലുള്ളത് അനീഷും അനുവുമാണ്. ഓഫ് കോഴ്സ് അനു എൻ്റെ ടേക്ക് അല്ല. അങ്ങനെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അനീഷ് വിൻ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അനീഷ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അനീഷ് ഇതിലുള്ളതുപോലെ തന്നെ പെരുമാറുമെന്നോ അല്ലെങ്കിൽ ഇതാണ് റിയൽ അനീഷ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്രയും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു 100 days അനീഷ് നിന്നു, അനു നിന്നു. ഇതിലൊരാളെ ചൂസ് ചെയ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ഡെഫിനറ്റായിട്ടും അനീഷിനെ ചൂസ് ചെയ്യും. വോട്ട് ചെയ്തിട്ടില്ല, വോട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്കങ്ങനെ അനീഷ് വിജയിക്കണം എന്ന് ആധികാരികമായി പറയാനുള്ള റൈറ്റ് ഇല്ല. അത് വോട്ട് ചെയ്തവർക്ക് പറയാനുള്ള റൈറ്റാണ്. പക്ഷെ അപ്പോൾ പോലും ആഗ്രഹം ഇവരിൽ ഒരാൾ എന്ന് ചോദിച്ചാൽ ഞാൻ അനീഷ് ജയിക്കണം എന്നാണ് ആഗ്രഹം എന്ന് പറയും. ഈ ഒരു ബിഗ് ബോസ് ജേർണി എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ 100 days എത്തി നിൽക്കുവാണല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ബോസ് നമ്മൾ അനാലിസിസ് സീരീസൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഇത് എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നു എന്ന് തോന്നിയാൽ നമ്മൾ നിർത്തുന്നു. എനിക്കങ്ങനെ ചെറിയ തോതിൽ ഫീൽ ചെയ്തിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ആ സമയത്ത് പിടിച്ചു നിർത്തുന്ന 2 ഘടകങ്ങൾ. ഒന്ന്, ശ്രുതി ഇതിനെ അനലൈസ് ചെയ്ത് പറയും. ചില എപ്പിസോഡൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ എന്താണ് ഫുള്ള് വൃത്തികേട് മാത്രമാണല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ ഇന്ന കാര്യങ്ങളുണ്ട്, നമ്മളെങ്കിലും ഇത് പറയണം എന്ന് പറയുന്ന ഒരു ആംഗിളിൽ വരുമ്പോൾ യെസ്, ഇതിപ്പോൾ പറയുന്നത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഈ ആംഗിളിൽ സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ഇനി ഞങ്ങൾക്ക് 2 പേർക്കും മടുപ്പ് തോന്നുന്ന സമയങ്ങളിൽ ചില കമൻസ് വരും, നിങ്ങളുടെ വീഡിയോ വന്നില്ലല്ലോ, ഞാൻ ആകെ കാണുന്നത് നിങ്ങളുടേതാണ്, ഇത് കാണുമ്പോൾ മാത്രമാണ് പോസിറ്റിവിറ്റി ഉള്ളത്. ഇപ്പോൾ ഈ അടുത്തായിട്ട് വന്ന് കാണുന്ന ഒരു കമൻറ്റ്, ഞാൻ അടുക്കളയിൽ പാചകം ചെയ്യുന്ന സമയത്ത്, എൻ്റെ ജോലികൾ ചെയ്യുന്ന സമയത്ത്, രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ, വൈകിട്ട് ചായ കുടിക്കുമ്പോൾ, അങ്ങനെ നിങ്ങളുടെ വീഡിയോ പോഡ്കാസ്റ്റ് പോലെ കേൾക്കുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കേട്ടിരിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ ഉള്ളപ്പോൾ നമ്മൾ അവർക്ക് നല്ല കണ്ടൻറ്റ് കൊടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിന് നമ്മളിപ്പോൾ ബിഗ് ബോസ് ആണ് നമ്മുടെ ഒരു പരിപാടിയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ ഏറ്റവും നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കൊടുക്കുക, പരമാവധി നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടും പറയാനില്ലാത്ത വളരെ വൃത്തികെട്ട എപ്പിസോഡുകളാണ് എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ പരമാവധി സർക്കാസ്റ്റിക് ആയിട്ട് അത് അവതരിപ്പിക്കാൻ നോക്കും. ഇനി വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളതാണെങ്കിൽ അതങ്ങനെ ഡീൽ ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഈ ജേർണി ഈ പറയുന്ന 100ാമത്തെ ദിവസം വരെയൊക്കെ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ശ്രുതിയോടും മെസ്സേജ് അയച്ചിട്ടുള്ള കമൻസ് ചെയ്തിട്ടുള്ള എല്ലാവരോടും താങ്ക്സ് പറയുകയാണ്. കാര്യം അല്ലെങ്കിൽ എനിക്കിത് മടുത്തു പോയ പല സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ആ പുതപ്പിൻ്റെ ദിവസമൊക്കെ ഇത്ര വൃത്തികെട്ട ഒരു പരിപാടി എന്നാണ് ബിഗ് ബോസിനെ എനിക്ക് വിശേഷിപ്പിക്കാൻ തോന്നിയത്. പക്ഷേ അപ്പോൾ പോലും ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ ആ സിറ്റുവേഷനെ ഡീൽ ചെയ്തത് മാതൃകാപരമായി ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന രീതിയിൽ പെരുമാറിയിട്ടുള്ളത്. ലക്ഷ്മി ആദില നൂറമാരെ കുറിച്ച് പറഞ്ഞ സമയത്ത് അതിനെ എങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളിൽ നമുക്ക് ബിഗ് ബോസിനോടും റെസ്പെക്റ്റ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന ഇന്ന പെർസ്പെക്റ്റീവ് ഇത് നമ്മളെ ഉള്ളൂ പറയാൻ എന്ന് പറയുന്ന ഒരു തിരിച്ചറിവും കൂടി ഈ ജേർണിയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പലരുടെയും റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു നോക്കിയിട്ടോ, 1-2 ആൾക്കാരുടെ നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം അപ്പ് ചെയ്തതിന് ശേഷം നോക്കും ഇവരൊക്കെ എന്താ അതിനെക്കുറിച്ച് പറഞ്ഞതെന്നുള്ളത്. അതും വളരെ കുറച്ച് തവണ, ഞാൻ തന്നെ ഒരു 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവുള്ളൂ. ശ്രുതിയും ജസ്റ്റ് റെഫർ ചെയ്യാൻ വേണ്ടി എന്താണ് അവരുടെ സ്റ്റൈല്, പാറ്റേൺ, ഏത് ടേക്കാണ് അവരെടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചിലതൊക്കെ വൻ കോമഡി ആയിട്ടാണ് തോന്നിയത്. ചിലരൊക്കെ എന്താ ഈ ചെയ്യുന്നത്, ഇതിനും അതായത് ആ റിവ്യൂ കാണുമ്പോൾ ഇതിനേക്കാൾ നല്ലത് ബിഗ് ബോസ് കാണുന്നതാണ് എന്ന് തോന്നിപ്പോകുന്നത് പോലത്തെ റിവ്യൂസും ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഒരു സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലാണ്. എനിക്കും ആദ്യം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ശ്രുതിയോടും പറഞ്ഞു ഭയങ്കര നെഗറ്റീവ് കമൻറ്റ്സ് വരും, PR-ൻ്റെ അറ്റാക്ക് വരും, അത് പേടിക്കേണ്ട, നമുക്ക് മാനേജ് ചെയ്യാമെന്ന് പറയുന്ന ഒരു ധൈര്യം തന്നു. അങ്ങനെ വൃത്തിയായിട്ട കമൻറ്റുകളൊക്കെ വരുമ്പോഴേക്കും ഒരുപക്ഷെ ഞാൻ കാണുന്നതിന് മുമ്പ് തന്നെ അത് ഡിലീറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ശ്രുതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കമൻറ്റ് ബോക്സ് തുറക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. നിങ്ങളിൽ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്, കമൻറ്റ് ബോക്സ് കാണുമ്പോൾ ഒരു ആശ്വാസം വരുന്നു. അതിനും നമ്മൾ ഈ പറഞ്ഞ പോലെ കോൺസ്റ്റൻറ്റ് എഫേർട്ട് ഉണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരാൾ കമൻസിലുള്ള വൃത്തികേടുകളെയും എത്ര കീവേഡ്സ് ഞങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ടെന്നറിയോ, എത്രായിരം ആളുകൾ ഇതിനിടയ്ക്ക് ചാനലിൽ നിന്ന് ഹൈഡായി പോയിട്ടുണ്ടെന്നറിയോ, അത്രയും നമ്മൾ ഫിൽറ്റർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരാളെ ഹൈഡ് ചെയ്യുമ്പോഴേക്കും അവൻ അടുത്ത ഐഡിയ ഉണ്ടാക്കിക്കൊണ്ട് വരും. ആ പിശാചിനെ പിന്നെ നമ്മൾ ഓടിച്ചിട്ട് കണ്ടുപിടിച്ച് ഹൈഡ് ചെയ്യണം. ചില ആൾക്കാർ ഡയറക്റ്റ് കമൻറ്റ് ഇട്ടില്ല, കമൻസിൻ്റെ താഴെ റിപ്ലൈ ഇട്ട് പോവുകയുള്ളൂ. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഡയറക്റ്റ് ഇവനെ കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഓടിച്ചിട്ട് പിടിച്ച് നമ്മൾ ഹൈഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഇത് മുന്നോട്ട് വന്നത്. പിന്നെ ചില സമയത്ത് നമ്മൾ തിരിച്ചറിയുന്നൊരു കാര്യം, നമുക്കിപ്പോൾ ഒരു നല്ല കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് ഇപ്പം ഞങ്ങൾ തന്നെ പറഞ്ഞു, നമ്മൾ നാളെ ഒരു സോഷ്യൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മെയിൻ ചാനലിലാണ് നമ്മൾ ഇടുന്നതെങ്കിൽ അത് ഇവിടെ ഷെയർ ചെയ്യാം. ഇവിടെ ഷെയർ ചെയ്താൽ അത് കാണുന്ന അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ഇവിടെയുണ്ട്. പിന്നത്തെ മെയിൻ സാധനം ഹൈപ്പാണ്. ഹൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നെ, ഞാനൊരു മൂവി റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ
ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്ന മൂവി റിവ്യൂക്ക് കൂടി പോയി കഴിഞ്ഞാൽ ഒരു 3000 ഹൈപ്പ് 4000 ഹൈപ്പ് കിട്ടും. ഇവിടെ 25 ലക്ഷം ഹൈപ്പാണ് ഒരു വീഡിയോയ്ക്ക് വന്നത്. ഹൈപ്പ് തീർന്നു പോയി ചേട്ടാന്ന് പറഞ്ഞാൽ അപ്പോളജൈസ് ചെയ്തുകൊണ്ട് വരെ കമൻറ്റുകൾ വരുന്ന അത്രയും ഹൈപ്പ് നമുക്ക് ഇവിടുന്ന് കിട്ടി. എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന വേറെ ഞങ്ങൾ കണ്ടില്ല കേട്ടോ. ഞങ്ങൾ മറ്റേ ഇന്ത്യയിലെ ടോപ്പ് ഹൈപ്ഡ് വീഡിയോസിലെ 100 വീഡിയോസ് ഇരുന്ന് കൗണ്ട് ചെയ്തപ്പോൾ നമ്മുടെ 5 വീഡിയോ ഉണ്ട്, വേറൊരൊറ്റ വീഡിയോ വന്നിട്ടില്ല. അപ്പോൾ അതിനൊക്കെ നിങ്ങളോട് ഭയങ്കര നന്ദി. അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് പണിയെടുക്കാൻ തോന്നുന്നത്, ഇനിയും പണിയെടുക്കണമെന്ന് തോന്നുന്നത്. നിൻ്റെ ജേണി എങ്ങനെയുണ്ടായിരുന്നു? എൻ്റെ ജേണി ഞാനും ഉണ്ണിയും നമ്മളിത് ഈ ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്ന ടൈമിലൊന്നും ഈ പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അപ്പോഴൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കൂടിയില്ല നമ്മൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഞങ്ങളിങ്ങനെ ഒരു റാൻഡം ടോക്കിലാണ് ഞാൻ ജസ്റ്റ് ഉണ്ണിയോട് ചോദിച്ചത് നമുക്കൊന്ന് ചുമ്മാ കണ്ട് നോക്കിയാലെന്നാണ്. കണ്ട് നോക്കാം, ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. ബിക്കോസ് ഇത് ഒരിക്കലും ഒറ്റയ്ക്ക് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള ആൾക്കാരുടെയോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരെയോ ഫേവർ ചെയ്തുകൊണ്ട്, ഇപ്പം ഞാൻ പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഒരാളെ ഫേവർ ചെയ്തുകൊണ്ട് മാത്രം റിവ്യൂ ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഇത് ഒറ്റയ്ക്ക് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു പരിപാടിയല്ല. നമ്മളിത് ഫുള്ളിരുന്ന് കാണണം. നമ്മുടെ അടുത്ത് തന്നെ പലപ്പോഴും കമൻസിൽ ആൾക്കാർ പറയുന്ന പോലെ നമ്മളെപ്പോഴും പറയും ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റിനെ ഇത് ബാധിക്കുന്നുണ്ട് എന്ന് തോന്നുന്ന മൊമെൻറ്റിൽ തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യണം. ഇതൊരു ഷോയാണ് എന്ന് പറഞ്ഞാൽ പോലും ഇത് പേഴ്സണാലിറ്റീസിനെ വെച്ചിട്ടുള്ളൊരു ഷോയാണ്. അപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങളുടെ പാസ്റ്റിനെയോ അല്ലെങ്കിൽ ഒക്കെ ഹിറ്റ് ചെയ്തു എന്ന് വരാം. അപ്പോൾ അതൊരു ഈസി പ്രോസസ്സ് അല്ല. അതൊരാളിരുന്ന് കണ്ട് അത് റിവ്യൂ ചെയ്ത് അതിൻ്റെ കൂടെ കമൻസ് കണ്ട് അത് വായിച്ച് എന്ന് പറയുന്നത്, ഇത് ഞാൻ ഉണ്ണിയോട് എപ്പോഴും പറയും, നമ്മൾ 2 പേരായിട്ട് ഇരുന്നത് കൊണ്ടാണ് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ. അത്രയും മെൻ്റലി കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾ 2 പേരും കൂടി ഇരുന്നത് കൊണ്ടാണ് ഞങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. കാരണം നമ്മൾ ഒരുമിച്ചിരുന്ന് സ്ക്രിപ്റ്റ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന പോലെ ഉണ്ണി പ്രസൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം വരുന്ന കമൻസ് ഞാൻ ഫിൽട്ടർ ചെയ്യുന്നു, ബാക്കിയുള്ള കമൻസ് ഉണ്ണി വായിക്കുന്നു, റിപ്ലൈ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊരു പ്രോസസ്സ് നമുക്ക് കുറച്ച് ഡ്യൂട്ടീസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഞങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ഏറ്റവും സന്തോഷം ഉണ്ണി പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി, അതായത് നമ്മൾക്ക് നല്ലത് എന്ന് തോന്നുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങൾ തുടങ്ങുന്ന സമയത്തൊക്കെ പറഞ്ഞത് ഒരു 10,000 വ്യൂ ഒക്കെ വരുമായിരിക്കും, അങ്ങനെ ആണെങ്കിൽ നമുക്കിത് ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. കാരണം ഇതൊരു ബ്രെഡ് വിന്നർ കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ടൈമിൽ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു 10,000 വ്യൂ ഒക്കെ വെച്ച് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ ഭയങ്കര ഓവർവെൽംഡ് ആണ്. ഈ ഇരിക്കുന്ന മൊമെൻറ്റിൽ പോലും ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം നമ്മുടെ അടുത്ത് ചില കമൻസിലൊക്കെ ആൾക്കാർ പറയും നാളെ തൊട്ട് പിന്നെ ബിഗ് ബോസ് തീർന്നു കഴിയുമ്പോൾ ഉണ്ണിയുടെ റിവ്യൂ മിസ് ചെയ്യുമെന്ന് പറയുന്ന പോലെ തന്നെ ഇതൊരു ഹെക്ടിക് പ്രോസസ്സാണ്, അല്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ അതെ, പക്ഷെ അപ്പോൾ പോലും നമ്മളും ഈ പറയുന്നൊരു പ്രോസസ്സ് മിസ് ചെയ്യും. അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് ആ വീട് മിസ് ചെയ്യും എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളും ഈ പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ മിസ് ചെയ്യും. നിങ്ങളുടെ കമൻസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഡിസ്കഷൻ ഉണ്ടല്ലോ നമ്മുടെ, അത് നമ്മൾ മിസ് ചെയ്യും. ചില ആൾക്കാരൊക്കെ ചില കമൻസൊക്കെ കണ്ട് ഞങ്ങൾ ആലോചിക്കാറുണ്ട്, ഞങ്ങൾക്ക് ഐഡിയാസ് കിട്ടാറുണ്ട് അതിൽ നിന്ന്. പിന്നെ ചില കമൻസൊക്കെ കാണുന്ന സമയത്ത് അവരുടെ ഒരു ഹ്യൂമർ സെൻസൊക്കെ ആലോചിച്ച് നമ്മൾ തന്നെ നമുക്ക് ഒരുപാട് മിക്സഡ് ഇമോഷൻസ് ആണ്. ഞാൻ ഈ പറയുന്ന പോലെ ഞാനാണ് കമൻസ് ഫിൽട്ടർ ചെയ്യാനിരിക്കുക. ഞാൻ ആ ഒരു ടെൻഷൻ ഉണ്ണിക്ക് കൊടുക്കരുത്. ബിക്കോസ് ഉണ്ണിയാണല്ലോ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ഉണ്ണിയുടെ ഒരു സമാധാനം. ഞാൻ ഇതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ സൗണ്ട് കേട്ടിട്ട് പലരും മസ്താനിയാണോ എന്നൊക്കെ ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ണിയുടെ കൂടെ ഉള്ള. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ശരിക്കുള്ള സൗണ്ട് ഇതിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണോ? കുറച്ച് ഞാൻ പണയം വെച്ചിരിക്കുകയാണ്. അത് പണയത്തിലെടുക്കണമെങ്കിൽ നമ്മൾ ബിഗ് ബോസിൻ്റെ റവന്യൂ ഒക്കെ വന്നിട്ട് സൗണ്ട് പണയത്തിൽ നിന്ന് എടുത്തിട്ട് വേണം സംസാരിക്കാൻ. അല്ല, അങ്ങനല്ല. ഞാൻ കുറച്ച് കോൺഷ്യസ് ആണ്. അത് ഞാൻ ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാനും എനിക്കിപ്പോൾ തന്നെ വന്നിരിക്കുമ്പം ഞാൻ വിറയ്ക്കുന്നുണ്ട്. ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയിട്ടല്ല ഇരിക്കുന്നത് എന്ന് എനിക്ക് തന്നെ അറിയാം. എൻ്റെ സംസാരത്തിലും അത് പ്രതിഫലിക്കുന്നുണ്ടായിരിക്കും. എന്നെക്കൊണ്ട് എത്ര റീടേക്ക് എടുപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം നിങ്ങൾ. എത്ര റീടേക്കുകൾ എടുത്തെടുത്തെടുത്ത് അവസാനം നമുക്ക് ദേഷ്യം വന്നിട്ടൊക്കെ ഞാനില്ല എന്നും പറഞ്ഞിട്ട് പോകുന്നു. 2-3 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു വരുന്നു, ചെയ്യാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ റീടേക്കൊക്കെ എടുപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ?
അതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്തിരി കോൺഷ്യസ് ആയതുകൊണ്ടാണ് എൻ്റെ ഈ സംസാരത്തിലും ബോഡി ലാംഗ്വേജിലും ഒക്കെ നിങ്ങളത് ഫീൽ ചെയ്യുന്നത്. ഇതെൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഇരുന്ന് ഷൂട്ട് ചെയ്യാന്നുള്ളത്. ആക്ച്വലി കുറച്ചും കൂടി ഡെപ്ത് ഉള്ള വോയിസ് ആണ്. ഭയങ്കര ഡൗൺ ആയിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ തന്നെ ഒരു 10 പ്രാവശ്യം പറഞ്ഞു, മൈക്കിൻ്റെ ലെവലൊക്കെ ഹൈ ആക്കി വെച്ചിരിക്കുകയാണ്, സൗണ്ട് താഴ്ത്തിയാണ് സംസാരിക്കുന്നത്. അത് ആദ്യ തുടക്കത്തിൽ ഇങ്ങനെ ക്യാമറയുടെ മുമ്പിലിരിക്കുമ്പോൾ ആർക്കായാലും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഇറ്റ്സ് ഫൈൻ, നമ്മൾ ഇടക്കിടക്ക് കൊണ്ടുവരാം കേട്ടോ. കൊണ്ടുവരണോ വേണ്ടിയോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. വേണ്ട കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കോൺഷ്യസ് ആയതുകൊണ്ടാണ് ഞാൻ അതിനൊരു സോറി ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അത്ര അപ്പീലിംഗ് ആയിട്ടായിരിക്കില്ല നിങ്ങൾ എന്നെ കേൾക്കുന്നതും കാണുന്നതും. ഇത് ഭയങ്കര അതിവിനയമായി. അല്ല, അങ്ങനല്ല, എനിക്ക് തന്നെ അറിയാലോ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ കോൺഫിഡൻ്റ് അല്ല എന്നുള്ളത്, അതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ, ഞാൻ നേരത്തെ എവിടെയാണ് സംസാരിച്ചത്? അപ്പോൾ ഉണ്ണി പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഉണ്ണിയിലേക്ക് ആ ഒരു മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ എത്രത്തോളം മോശമായിട്ടാണോ കമൻസ് കാണുന്നത് അതൊക്കെ നമുക്കും വരാറുണ്ട്. ചില കമൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടമാവാറുണ്ട്. ഇതെന്തിനാണ് നമ്മളെ ഇവരിങ്ങനെ പറയുന്നത് എന്ന് പോലും നമുക്ക് മനസ്സിലാകാത്ത തരത്തിൽ അത്രയും മോശമായ കമൻസ് നമ്മൾക്കും പിന്നെ റിപ്ലൈ ആയിട്ടും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊട്ടും ഒരു നല്ലൊരു ആ ഒരു പെർട്ടിക്കുലർ പാർട്ട് എടുത്ത് നോക്കിയാൽ അതൊട്ടും നല്ലൊരു എക്സ്പീരിയൻസ് അല്ല. പക്ഷെ അപ്പോൾ പോലും അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കായിട്ട് നമുക്ക് കിട്ടിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത ഇപ്പം ഇത്രയും 97ാമത്തെ എപ്പിസോഡാണോ? 97ാമത്തെ, ഇന്നിപ്പോൾ 97. അപ്പോൾ ഈ 97 എപ്പിസോഡ് വരെ നമ്മൾ ചെയ്തതിനോട് 100ൽ 100ഉം നിങ്ങൾ യോജിക്കും അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല നമ്മൾ പറയുന്നത്. എല്ലാ മനുഷ്യർക്കും ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരാൾക്കും നമുക്ക് ഈ പറയുന്ന 100% അഭിപ്രായം അത് ഒരേപോലെ വരണമെന്നില്ല. അത് അങ്ങനെ വരരുത് സത്യത്തിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് റെസ്പെക്റ്റ്ഫുള്ളി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളോടോ നമ്മളുടെ വർക്കിനോടോ നിങ്ങളോടോ ആ റെസ്പെക്റ്റ് കാണിക്കാത്ത കമൻസാണ് നമ്മൾ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതും 100% നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. പ്രത്യേകിച്ച് ലാസ്റ്റ് ടൈം ഇപ്പോൾ ഈ ഒരു ടൈമിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വീഡിയോസിൻ്റെ എണ്ണം കൂടി, നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും കൂടി. അപ്പോൾ അതിനൊരു എനിക്ക് 100% നിങ്ങളോട് ആ ഒരു കാര്യത്തിൽ നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഡൗട്ടാണ്. ഞാനതിനൊരു സോറി പറയാണ്. പക്ഷെ അപ്പോൾ പോലും ബെസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ തന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് ഉണ്ണി ഇത്രയും വർഷമായിട്ട് ഉണ്ണി ഏൺ ചെയ്തെടുത്ത ഒരു പൊസിഷനുണ്ട്. അതിനോടൊപ്പം നിങ്ങൾ തന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത് നമുക്കൊരു കോൺഫിഡൻസ് ആണ്. ഉണ്ണി പറഞ്ഞ പോലെ ചില ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന മൊമെൻറ്റിൽ പോലും ചേട്ടാ ഇന്ന് വീഡിയോ ഇല്ലേ, ചേട്ടാ എന്ന് വിളിച്ച നാവുകൊണ്ട് വേറെ ഒന്നും വിളിപ്പിക്കരുത് എന്ന് വരെ പറഞ്ഞ് വീഡിയോ ചോദിച്ച ആൾക്കാരുണ്ട്. പക്ഷേ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിനക്ക് എന്തെങ്കിലും നമ്മുടെ ഓഡിയൻസിനോട് പറയാനുണ്ടോ? ബിഗ് ബോസ് കഴിഞ്ഞിട്ട് മാക്സിമം ഒരു ദിവസവും കൂടി നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ ഈ പറയുന്ന 2 ദിവസത്തിനകത്ത് കുറച്ച് വിഷമത്തോടെ ആണെങ്കിലും ഈ ഒരു ബിഗ് ബോസ്, നമ്മുടെ ഒരു ബിഗ് ബോസ് ജേർണി വീഡിയോസ് അവിടെ കൊണ്ട് നിർത്തണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, നമ്മൾ അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം പലപ്പോഴും നമ്മൾ കാണുന്നത് ബിഗ് ബോസിന് ശേഷവും പുറത്ത് ഉണ്ടാവും അതിൻ്റെ ഒരു അവശേഷിപ്പുകളും കാര്യങ്ങളും ഡിസ്കഷൻസും. അതൊരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു രീതിയിലല്ല നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളുടെ വീഡിയോസ് നീട്ടിക്കൊണ്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ വീഡിയോസ് കണ്ട ഒരാൾ പോലും അതിനപ്പുറത്തേക്ക്, നിങ്ങളൊരു ഷോ കണ്ടു അതവിടെ കഴിഞ്ഞു, അതിനപ്പുറത്തേക്ക് വരുന്നതൊക്കെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളും പോകരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം അതൊരിക്കലും നമുക്ക് നന്നായി വരുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റിന് നന്നായിട്ട് വരുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു ഗെയിം ഷോ അതിനെ അതിൻ്റേതായ രീതിയിൽ കണ്ടു, അത് കഴിഞ്ഞു, അതാണ്. പക്ഷെ അതിനു മുൻപ് ഈ പറയുന്ന പോലെ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കണം, അറിയണം എന്നാണെങ്കിൽ അതും കൂടി നമ്മൾ ആ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പം ഞങ്ങളോടാണെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്താൽ നമ്മൾ ഉറപ്പായിട്ടും അത് അഡ്രസ്സ് ചെയ്യാം. അപ്പോഴും ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരിക്കലും അങ്ങനെ ചോദിക്കില്ല. അപ്പോഴും ഞാൻ പറയണം, ഒരുപാട് പേഴ്സണലായിട്ട് പോകാതിരുന്നു കഴിഞ്ഞാൽ വളരെ നന്നാവും. നമ്മളിതിനെ ഒരു ഗെയിം ഷോ ആയിട്ട് തന്നെ നിർത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ടീമിനെ കണ്ടല്ലോ. അപ്പോൾ
അടുത്ത വീഡിയോ ഇനി നമ്മൾ ഗ്രാൻഡ് ഫിനാലെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, ഞങ്ങളും വെയിറ്റ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ ദി സപ്പോർട്ട്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.